എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വചനമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് എടുക്കുന്നത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സമൃദ്ധമായി ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നിരാശ എന്ന് പറയുന്ന ഒരു വാക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുമായി ഒരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളിന്ന് നിരാശപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല, പകരം സ്നേഹത്തോടെ നമ്മളോട് പറയാണ്, നിരാശപ്പെടാതെ ജീവിക്കാനുള്ള ഒരു വഴി ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. പ്രത്യാശയിൽ നിറയപ്പെട്ട് ജീവിക്കാനുള്ള ഒരു വഴി ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിന്റെ ആരംഭം മുതൽ തന്നെ മനുഷ്യൻ നിരാശപ്പെട്ടു പോകുന്നതും നിരാശയിലാണ്ടുപോയ മനുഷ്യനെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരാൻ ദൈവം പ്രവർത്തിക്കുന്നതും ബൈബിളിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവ്വയും സ്വർഗത്തിലെ പിതാവിനെ വേദനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ നിരാശപ്പെട്ടു പോയതിന്റെ അടയാളമാണ് അവർ മരത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നു എന്നതിന്റെ അർത്ഥം. ഒത്തിരിയേറെ അർത്ഥങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തീർച്ചയായും അവരുടെ ജീവിതത്തിൽ ഒരു നിരാശ കടന്നു വന്നു. കാരണം ഇന്നലെ വരെ പട്ടിയും പൂച്ചയും സിംഹവും ആനയും എല്ലാം തങ്ങളെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടി പോയിരുന്നു. ഇന്നിതാ ചെടികളും മൃഗങ്ങളും പ്രകൃതി മുഴുവൻ തങ്ങൾക്കെതിരായി പോയി. ഇന്നലെ വരെ വെയിലാറുന്ന സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി അനുഭവിക്കാൻ സാധിച്ചിരുന്ന അവർക്ക് ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം കിട്ടുന്നില്ല. എല്ലാം ഡ്രൈ ആയിപ്പോയി. പക്ഷേ എല്ലാം കൊണ്ടും നഷ്ടത്തിലായിപ്പോയ ഇവർ ദൈവത്തിലേക്ക് തിരിച്ച് നോക്കുന്നതിന് പകരം, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്നതിന് പകരം അവർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് അവർ ദൈവത്തെ വിട്ട് ഒന്നുകൂടെ അകന്നിട്ട് വലിയ നിരാശയ്ക്ക് അടിമപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് പിശാചിന്റെ ഒരു 1-ാം നമ്പർ ടെക്നിക്കാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു തെറ്റായ പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ, ടെലിവിഷനിൽ, സിനിമാ തിയേറ്ററിൽ അല്ലെങ്കിൽ ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുക, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുക, ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ പിശാച് സ്ഥിരമായിട്ട് തന്നുകൊണ്ടിരിക്കും. എന്നിട്ട് പിശാച് പറയും, സാരമില്ല, ഒന്ന് കുമ്പസാരിച്ചാ പോരെ, പ്രശ്നം തീർന്നില്ലേ, കുമ്പസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഓർക്കുകയില്ല എന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്, പിന്നെ നീ എന്തിനാ ഈ കിടന്ന് പങ്കപ്പാട് പെടുന്നത്, നീ എന്തിനാ ഇത്രമാത്രം ടെൻഷൻ അനുഭവിച്ച് ഈ പ്രലോഭനത്തെ ചെറുക്കുന്നത്, അങ്ങ് വിട്ടുകളഞ്ഞേര്, പോയി അതങ്ങ് ചെയ്തേക്ക്, ചെയ്തു കഴിയുമ്പോൾ നീയും അങ്ങ് റിലാക്സ്ഡ് ആവും, പിന്നെ പോയി കുമ്പസാരിച്ചാൽ മതി. ഇത് കുറെ പ്രാവശ്യം പിശാച് ഇങ്ങനെ പറഞ്ഞു ഒടുവിൽ മനുഷ്യൻ പാപം ചെയ്യുകയാണ്. പാപം ചെയ്ത് കഴിഞ്ഞ ഉടനെ അടുത്ത ചിന്ത പിശാച് നേരെ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റും. എന്നിട്ട് പിശാച് പറയും, നീ 93-ൽ ധ്യാനം കൂടിയതല്ലേ, നീയല്ലേ ഈ ഇടവകയിൽ ഏറ്റവും ആദ്യം ധ്യാനം കൂടിയത്, എത്രയോ മതബോധന ക്ലാസ്സുകളിൽ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് നീ പഠിപ്പിച്ചിരിക്കുന്നു, എത്രയോ സ്ഥലത്ത് പോയി നീ വിശുദ്ധിയെക്കുറിച്ച് ആൾക്കാരോട് സംസാരിച്ചിരിക്കുന്നു, ആ നീ തന്നെ ഇപ്പൊ നാണമില്ലേ നിനക്കിനി എങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ നോക്കാനായിട്ട് പറ്റും, നിനക്കിനി എങ്ങനെ ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലാൻ പറ്റും, നിനക്കിനി എങ്ങനെ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റും, നിനക്കിനി ഒരിക്കലും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല. അടുത്ത കൂരമ്പ് ഈ സ്റ്റൈലിലാണ് വരുന്നത്. ഇതോടുകൂടി ആ മനുഷ്യൻ ഇരുന്നു പോവുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല, ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിരാശയുടെ അടിമത്തത്തിലേക്ക് അവൻ മാഞ്ഞു പോവുകയാണ്. എന്നിട്ട് അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും അവന്റെ നിരാശയെയും അവസ്ഥയെയും മറച്ചു പിടിച്ചുകൊണ്ട് ഒരു സ്യൂഡോ പേഴ്സണാലിറ്റി, അതാണ് ഇന്ന് ലോകത്തിലെ മനുഷ്യർ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യൂറോപ്പിൽ പോയിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർ പറയുന്ന, സുവിശേഷ പ്രഘോഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്, വെള്ളക്കാരെല്ലാം ഇങ്ങനെ ചിരിച്ചാണ് നടക്കുന്നത്. അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സുകൾ ഒത്തിരി കൂടി, അത് ഞാൻ തെറ്റാന്നല്ല പറയുന്നത്, ഈശോ ഉള്ളപ്പോ എല്ലാം നല്ലതാണ്, ഈശോ ഇല്ല എങ്കിൽ ഒന്നുകൊണ്ടും പ്രയോജനമില്ല. അപ്പൊ ഈ വലിയ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സൊക്കെ കൂടിയിട്ട് ഇവർ നമ്മളെ കാണുമ്പോൾ ഹായ് നൈസ് ടു മീറ്റ് യു, താങ്ക് യു, എല്ലാം ഇവരിങ്ങനെ പഠിച്ച് നല്ല കാര്യങ്ങളാണ്, ഫോർമാലിറ്റിയിൽ ഇവർ ജീവിക്കുകയാണ്, നന്നായിട്ട് പെരുമാറാനുള്ള കോച്ചിങ് ക്ലാസ് ഇവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഉള്ളു ശുഷ്കമാണ്. ഉദാഹരണം പറഞ്ഞാൽ നവംബർ ഡിസംബർ മാസത്തിൽ യൂറോപ്പിൽ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേ സൂര്യൻ അസ്തമിക്കും.
അതായത് ഒരു 2 മണിയാകുമ്പോ തന്നെ ഏതാണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു 6-7 മണിയുടെ പ്രതീതിയ സന്ധ്യയായി, കിളികളൊക്കെ ചിലയ്ക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് പിന്നെ പിറ്റേന്ന് രാവിലെ 9 മണിക്ക് സൂര്യൻ അസ്തമിക്കത്തുള്ളൂ. പകൽ സമയം വളരെ കുറവും രാത്രി വളരെ കൂടുതലാവും. ഈ സമയത്ത് എന്റെ കൂട്ടുകാരായ ഡോക്ടർമാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഒരു 90% വെള്ളക്കാരും വന്നിട്ട് മരുന്ന് ചോദിക്കും. അതായത് നിരാശ മാറ്റാനുള്ള മരുന്ന്, സങ്കടം മാറ്റാനുള്ള മരുന്ന്, ദുഃഖം മാറ്റാനുള്ള മരുന്ന് ഡോക്ടർമാർ കൊടുത്തോണം. അപ്പൊ ഡോക്ടർമാർ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ പിന്നെ നേരെ ചെയ്യുന്നത് മയക്കുമരുന്ന് കുത്തിവെക്കുക. അതൊരു 40% യുവജനങ്ങളും മയക്കുമരുന്നിന്റെ അഡിക്റ്റാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ആദത്തിന് ഹൗവയ്ക്ക് സംഭവിച്ചത്. നിരാശപ്പെട്ട് തകർന്നു പോയ അവർ ചെയ്തത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് കൂടിയ ഒരു പരിപാടി അവിടെ ചെയ്തു. അതായത് കുറച്ച് ഇലയെല്ലാം കൂടെ എടുത്ത് മറച്ചു വെച്ചിട്ട് തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലുള്ള പുറമേയുള്ള പുഞ്ചിരിക്കുന്ന ഒരു അഭിനയം. അകത്തെല്ലാം തകർന്നു കിടക്കുമ്പോഴും പുറത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മാന്യമായിട്ട് പെരുമാറാനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് അവിടെ കിട്ടുകയാണ്. പക്ഷെ ദൈവം അവരെ വെറുതെ വിടുന്നില്ല, ദൈവം അവരെ തള്ളിക്കളയുന്നില്ല. പകരം പ്രത്യാശയുമായിട്ട് ദൈവം കടന്നു വരികയാണ്. നമ്മുടെ ദൈവം പ്രത്യാശയുടെ ദൈവമാണ്. നമ്മുടെ ദൈവം കൈപിടിച്ചുയർത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം മുറിവേറ്റതിനെ വച്ചുകെട്ടുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം തകർന്നു കിടക്കുന്നതിനെ പുനരുദ്ധരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ശൂന്യതയിൽ നിന്നും സൃഷ്ടി നടത്തുന്ന ദൈവമാണ്. ആ സെയിം ഗോഡ്, അതേ ദൈവം ആദത്തിന്റെയും ഹവ്വാടെയും അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു: നിരാശപ്പെടണ്ട, പറുദീസ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നില്ല, പേടിക്കണ്ട. പറുദീസയുടെ വാതിൽ ഇന്ന് അടഞ്ഞു എങ്കിൽ പറുദീസയിലേക്ക് മനുഷ്യന് കയറാൻ പറ്റാതെ ഒരു കെരൂബ് വാളും പിടിച്ചു നിന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ, കറങ്ങുന്ന ഒരു വാള് മൂലം മനുഷ്യൻ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല എങ്കിൽ, മനുഷ്യൻ പറുദീസയിലേക്ക് കയറാൻ ശ്രമിച്ചാൽ ആ വാളിന്റെ വെട്ടേറ്റ് നിലത്ത് വീഴും. അതുകൊണ്ട് ആർക്കും കയറാൻ പറ്റുന്നില്ല എങ്കിൽ പേടിക്കണ്ട. എന്റെ പുത്രൻ രക്ഷകനായി കന്യകയിൽ നിന്ന് പിറക്കുകയും ഈ വാളിന്റെ വെട്ട് അവൻ മനുഷ്യവർഗത്തിനു വേണ്ടി സ്വയം ഏറ്റുവാങ്ങുകയും ഈ കറങ്ങുന്ന വാളിന്റെ വെട്ട് അവന്റെ ശരീരത്തിൽ പതിച്ച് വലിയ വേദന സഹിച്ച് അവൻ പറുദീസായുടെ വാതിൽ തുറന്നു തരും. പ്രിയപ്പെട്ടവരെ, യേശു കാൽവരി മലയിൽ കുരിശിൽ മരിക്കുന്ന സമയത്ത് പറുദീസയുടെ ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. പറുദീസയുടെ വാതിൽ തുറന്നുകൊണ്ട് പറയുകയാണ്: നിരാശപ്പെട്ട് കിടക്കുന്ന മനുഷ്യവർഗമേ, ഇനി നിരാശപ്പെടേണ്ട, ഇതാ ഞാൻ വാതിൽ നിങ്ങൾക്കായി തുറന്നു തരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്: ഐ ആം ദ ഡോർ, ഐ ആം ദ വേ. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. നമുക്ക് ഈ ലോകത്തിൽ 2 തരത്തിൽ ജീവിക്കാം. ഒന്ന്, ധാർമ്മികരായിട്ട് ജീവിക്കാം. പാപികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഈ മതഭക്തരുടെ കാര്യം പറയാം. ധാർമ്മികരായിട്ട് ജീവിക്കാം. അതായത് ദൈവത്തോട് യാതൊരു വ്യക്തിപരമായ ബന്ധവും ഇല്ല, പക്ഷേ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത്, അത് ചെയ്ത്, ഇത് ചെയ്ത്, കുറച്ച് പാവപ്പെട്ടവരെ സഹായിച്ച്, കുറച്ച് ചീത്തയായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ധാർമ്മികരായി മാത്രം ജീവിക്കാം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ദൈവത്തോട് ആഴമായ സ്നേഹബന്ധത്തിൽ സ്വർഗത്തിന്റെ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ദൈവത്തിന്റെ മടിയിൽ കിടന്നുറങ്ങി ദൈവത്തിന്റെ കൈക്ക് പിടിച്ച് ജീവിച്ച് ദൈവം തരുന്ന ഉമ്മയും ചുംബനവും ആലിംഗനവും ഏറ്റുവാങ്ങി പിതാവിനോടുകൂടെ കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരു അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഇതിലേക്ക് വിളിക്കുകയാണ്: ആദമേ, ഹവ്വയെ, നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾക്കായി പ്രത്യാശ യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീസസ് ഈസ് എവരിത്തിങ്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അവന്റെ പേരാണ് യേശു. പ്രത്യാശ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അവന്റെ പേരാണ് യേശു. രക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അവന്റെ പേരാണ് യേശു. സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അവന്റെ പേരാണ് യേശു. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അവന്റെ പേരാണ് യേശു. ജീവൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അവന്റെ പേരാണ് യേശു. എല്ലാം യേശുവാണ്. അതുകൊണ്ടാണ് 1 കൊറിന്ത്യർ 1-ാം അധ്യായത്തിന്റെ അവസാനം പറയുന്നത്: ദൈവം നമുക്ക് ക്രിസ്തുവിനെ ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വിസ്ഡം, ദ റൈച്ചസ്നെസ്, ദ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ദ ഹോളിനെസ്. യേശു നമുക്കെല്ലാമാണ്. നിരാശപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനോട്, ഒരു മകനോട്, മകളോട് പിതാവ് നൽകുന്ന വാഗ്ദാനം, സമ്മാനം യേശുക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ 2 ഉദാഹരണങ്ങളിലൂടെ ഞാനിത് വ്യക്തമാക്കി തരാം. പത്രോസും യൂദാസും, നമ്മളിത് ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, പക്ഷെ അല്പം ആഴത്തിൽ നമുക്ക് ചിന്തിക്കാം.
പത്രോസും പാപം ചെയ്യുകയാണ്, യൂദാസും പാപം ചെയ്തു. രണ്ടുപേരും പാപം ചെയ്തു. എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്, യൂദാസിന് ഒത്തിരിയേറെ സങ്കടം പിന്നീട് ഉണ്ടായി. അപ്പൊ യൂദാസിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഇങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്, കടലിന്റെ മുകളിൽ കൂടെ നടന്ന യേശുക്രിസ്തു അല്ലേ, ലാസറിനെ ഉയർപ്പിച്ച യേശുക്രിസ്തു അല്ലേ, 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ യേശുക്രിസ്തു അല്ലേ, കൊടുങ്കാറ്റിനെ ശാസിച്ച യേശുക്രിസ്തു അല്ലേ, റോമൻ പട്ടാളത്തിന്റെ മുഴുവൻ ബറ്റാലിയനും കൂടെ വന്നാലും അടങ്ങുക, ശാന്തമാവുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പട്ടാളം വടി പോലെ നിൽക്കും, യേശു കൂളായിട്ട് പുറത്തോട്ട് വരും. കാരണം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ജനക്കൂട്ടം യേശുവിനെ കല്ലെറിഞ്ഞിട്ട് മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാൻ പോയപ്പം അവരെ എല്ലാം നല്ല സ്റ്റാച്യു അടിപ്പിച്ച് നിർത്തിയിട്ട് യേശു അതിന്റെ ഇടയിൽ കൂടെ രക്ഷപ്പെട്ടു പോയ രംഗം യൂദാസിന്റെ മനസ്സിലുണ്ട്. യൂദാസ് വിചാരിച്ചു പൈസ തനിക്കും മാജിക് പരിപാടി കാണിച്ച് യേശു ക്രിസ്തു രക്ഷപ്പെട്ടോളും. പക്ഷെ പ്രിയപ്പെട്ടവരെ, യൂദാസിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് യേശു സ്വയം തന്നെ വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനകളിൽ കുറെ കാലം മുമ്പ് വരെ അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കുർബാനയിൽ ചൊല്ലുന്നത് ഇങ്ങനെയാണ്, അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ. ഒറ്റിക്കൊടുക്കപ്പെട്ടു എന്നുള്ളതിനേക്കാൾ അധികമായി അവൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്നാണ് ഇപ്പൊ കുർബാനകളിൽ ചൊല്ലുന്നത്. അതെ, അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യൂദാസ് നിരാശപ്പെട്ട് തകർന്ന് തരിപ്പണമായി. യൂദാസിന് മനസ്സിലായി ക്രിസ്തു അതിഭീകരമായ ദാരുണമായ വേദന ഏറ്റുവാങ്ങി മരിക്കുകയാണ്. അതിന് കാരണക്കാരൻ താനാണെന്നൊരു ചിന്തയും അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പാക്കാം, യേശുക്രിസ്തുവിനെ ഒരു കുഞ്ഞാടിന്റെ യാഗമായി തീരാൻ യൂദാസ് അത്ര അത്യാവശ്യമുള്ള ഫാക്ടർ ഒന്നും അല്ലായിരുന്നു. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ പോലും യേശു ഒരു ബലിയായി തീരുമായിരുന്നു. കാരണം യേശു ഈ ലോകത്തിലേക്ക് വന്നത് യൂദാസിനെ കണ്ടുകൊണ്ടൊന്നുമല്ല. യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടും നമ്മളെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നതുകൊണ്ടും ദൈവത്തിന്റെ പദ്ധതിയിൽ ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നതുകൊണ്ടും യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ ലാഭം യൂദാസിനാണ്. യൂദാസ് വലിയൊരു അപ്പസ്തോലനാകുമായിരുന്നു. സ്വർഗത്തിൽ അവൻ നിത്യത മുഴുവൻ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. യേശു തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ മറ്റു വഴി കണ്ടെത്തുമായിരുന്നു. ഇവിടെ യൂദാസിന്റെ പദ്ധതികളെല്ലാം തകർന്നുപോയി. യൂദാസിന് യേശുവിനോട് സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂദാസിന് നിരാശ വന്നത്. സ്നേഹമല്ല വെറുപ്പായിരുന്നെങ്കിൽ യൂദാസ് അപ്പുറത്ത് നിന്ന് കൈയടിക്കുമായിരുന്നു. യൂദാസിന് സത്യമായിട്ട് ഉള്ളിൽ കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂദാസ് നിരാശപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടുന്ന ഒരു വ്യക്തിക്കുള്ള സ്വർഗത്തിന്റെ സമ്മാനം യേശുവാണെന്ന് ഞാൻ അല്പം മുമ്പ് പറഞ്ഞു. നിരാശപ്പെട്ടിരിക്കുന്ന ഏത് വ്യക്തിയോടും പിതാവിന് പറയാനുള്ളത് യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കാനാണ്. അതിനു പകരം യൂദാസ് വേറൊരു മരത്തിലേക്ക് നോക്കി. യൂദാസ് നോക്കിയ മരം മാറിപ്പോയി. കാൽവരി മലയുടെ മുകളിൽ ഉയർത്തപ്പെട്ട ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം, ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം അവൻ ഒരു സാധാരണ മരത്തിന്റെ മുകളിലേക്ക് നോക്കി. കുറെ കഴിഞ്ഞപ്പോൾ അവന് തോന്നി, ഈ മരത്തിൽ കെട്ടിത്തൂങ്ങി ചത്തു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിലെ നിരാശ മുഴുവൻ തീരും. അങ്ങനൊരു ചിന്ത അവനിലേക്ക് കടന്നു വരികയാണ്. അവൻ നിരാശയുടെ അൾട്ടിമേറ്റ് എന്നുള്ള മട്ടിൽ അവൻ ആത്മഹത്യ ചെയ്ത് ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരു വിഫല ശ്രമം നടത്തി. അവൻ ചെന്ന് വീണത് പിശാചിന്റെ വായിലേക്കാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലം കേരളമാണെന്ന് പറയുമ്പോൾ, ഏറ്റവും കൂടുതൽ പേര് നിരാശയിൽ ജീവിക്കുന്ന സ്ഥലം കേരളമാണെന്ന് പറയുമ്പോൾ, ഇന്ന് വചന പ്രഘോഷണ വേളയിൽ സ്വർഗത്തിലെ പിതാവ് നമ്മളോട് പറയുകയാണ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് യേശു ക്രിസ്തു ഉണ്ട്. നമുക്ക് യേശു ക്രിസ്തു ഉണ്ട്. യേശു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. പത്രോസിനും ഏതാണ്ട് ഇതിന് സമാനമായ ഒരു അബദ്ധം തന്നെ പറ്റുകയാണ്. പത്രോസ് വലിയ തെറ്റ് ചെയ്തു. അത് അവിടെ മുഴുവൻ അറിഞ്ഞു. യഹൂദരറിഞ്ഞു, വിജാതിയരറിഞ്ഞു, സമരിയാക്കാരറിഞ്ഞു, സകല ആൾക്കാരും അറിഞ്ഞു. യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായിരുന്ന പത്രോസ് പരസ്യമായി യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. ശപിച്ചു, പ്രാഗി, ആണയിട്ടു. പത്രോസ് ഒത്തിരിയേറെ തകർന്നു പോകുന്നുണ്ട്. അവൻ പുറത്തു പോയി വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. യേശു പത്രോസിനെ നോക്കിയപ്പോൾ പത്രോസ് യൂദാസിനെ പോലെ വേറൊരു മരത്തിലേക്ക് നോക്കിയില്ല. പകരം പത്രോസും തിരിഞ്ഞ് യേശുവിനെ നോക്കി.
നേരത്തെ ക്രിസ്തു യൂദാസിനെ ഉള്ളുകൊണ്ട് നോക്കിയിട്ടുണ്ടായിരിക്കും, പക്ഷെ യൂദാസ് യേശുവിനെ തിരിച്ചു നോക്കിയില്ല. നിരാശപ്പെടുന്ന ഓരോ മകനെയും മകളെയും ക്രിസ്തു തിരിഞ്ഞു നോക്കുന്നുണ്ട്. പാപത്തിൽ വീഴുപോകുന്ന ഓരോ മകനെയും മകളെയും യേശു സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. യേശുവിനെ അറിഞ്ഞിട്ടും വലിയ പാപത്തിൽ വീണുപോകുന്നവരെ കർത്താവ് കരുണയോടെ നോക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, നമ്മൾ നോക്കുന്നത് യേശുവിന്റെ മുഖത്തേക്കോ മരത്തിലേക്കോ? നമ്മൾ നോക്കുന്നത് യേശുവിന്റെ മുഖത്തേക്കോ മയക്കുമരുന്നിലേക്കോ? നമ്മൾ നോക്കുന്നത് യേശുവിന്റെ മുഖത്തേക്കോ മദ്യത്തിലേക്കോ? നമ്മൾ നോക്കുന്നത് യേശുവിന്റെ മുഖത്തേക്കോ അശ്ലീലതയിലേക്കോ? പ്രിയപ്പെട്ടവരെ, ചോയ്സ് വീണ്ടും നമുക്കാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറയാണ്, ഇതാ ജീവനും മരണവും നിന്റെ മുൻപിൽ ഞാൻ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. ദൈവം തന്റെ പാർട്ടിൽ നിന്ന് ചെയ്യാനുള്ളതെല്ലാം നമുക്കാട്ട് തന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുക്കാനുള്ള റൈറ്റ് നമുക്ക് തരികയാണ്. കാരണം നമ്മൾ യന്ത്രമനുഷ്യരല്ല, നമ്മൾ റോബോട്ടുകളല്ല. സ്വിച്ച് ഇടുമ്പോൾ കറങ്ങുന്ന ഒരു ഫാൻ പോലെ അല്ല മനുഷ്യൻ. സ്വിച്ച് ഇടുമ്പോൾ കത്തുകയും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കെട്ടുപോവുകയും ചെയ്യുന്ന ബൾബല്ല മനുഷ്യൻ. പകരം മനുഷ്യൻ ദൈവത്തിന്റെ മകനും മകളുമാണ്. സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. യേശു നമ്മളെ നോക്കുമ്പോൾ തിരിച്ച് നമ്മൾ യേശുവിനെ നോക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിരാശപ്പെട്ടു പോയ പത്രോസിനെ യേശു നോക്കി, പത്രോസ് യേശുവിനെയും നോക്കി. പ്രശ്നം തീരുകയാണ്. പത്രോസിന്റെ നിരാശ പാപബോധമായും പശ്ചാത്താപമായും അനുതാപമായും മാനസാന്തരമായും മാറി. രക്ഷയുടെ സന്തോഷം അവൻ അനുഭവിച്ചു. അവന് വീണ്ടും ക്രിസ്തുവിന്റെ സ്നേഹവും ചൂടും കൂട്ടായ്മയും വാത്സല്യവും ആലിംഗനവും ആത്മാവിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടുകയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് യേശുവിന്റെ ആത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തതിന് ശേഷവും ഒരിക്കൽ കൂടെ പത്രോസ് നിരാശപ്പെടുന്ന രംഗം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. യേശു ഉയർത്തതിന് ശേഷം വല്ലപ്പോഴുമൊക്കെ പ്രത്യക്ഷപ്പെടത്തുള്ളൂ. അതെന്നാന്നൊന്നും നേരത്തെ പറയത്തില്ല. ഞായറാഴ്ച പ്രത്യക്ഷപ്പെടും, പിന്നെ തിങ്കളും ചൊവ്വയും ബുധനും കർത്താവിനെ കാണത്തില്ല. ഇരുന്നിരിപ്പിന് വ്യാഴാഴ്ച ഒരു 6 മണിയാകുമ്പോൾ പ്രത്യക്ഷപ്പെടും, ഒരു 10 മിനിറ്റ് നേരം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കും, പിന്നെ ആളെ കാണത്തില്ല. ഇത് കുറച്ചങ്ങോട്ട് തുടർന്നപ്പോ പത്രോസിന്റെ കൺട്രോൾ വിട്ടുപോയി. കാരണം എല്ലാം വിട്ട് ഉപേക്ഷിച്ചു. എന്ത് കഴിക്കണം, പഴയ പണിക്ക് പോകണോ, മീൻ പിടിക്കണോ, ഒരു പിടുത്തവും ഇല്ല. കർത്താവാണ് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നുമില്ല. വല്ലതും ചോദിക്കുമ്പോൾ പറയും, അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, അത് സ്വർഗത്തിലെ പിതാവിന്റെ രഹസ്യമാണ്, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഒരു ദിവസം പത്രോസ് ശരിക്കും അങ്ങ് നിരാശനായി. നിരാശപ്പെട്ട് പത്രോസ് പറഞ്ഞു, കുന്തം, ഞാനിത് അവസാനിപ്പിക്കാൻ പോവുക, ഞാനേ മീൻ പിടിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും വരുന്നോ ഇല്ലയോ എനിക്ക് പ്രശ്നമല്ല, എനിക്കിങ്ങനെ ജീവിക്കാനൊന്നും പറ്റത്തില്ല, മടുത്തു. ഞാൻ എന്റെ പഴയ പണിക്ക് പോകാൻ പോവാണ്. ഞാൻ ഈ മനുഷ്യനെ പിടിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇതുവരെ ഒറ്റ മനുഷ്യനെ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ പണിയെല്ലാം വിട്ട് മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. ബാക്കി എല്ലാവരും നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു. അതാണ് ഒറ്റ ആള് പോലും പ്രത്യാശയുടെ ഒരു വാക്ക് പറഞ്ഞില്ല. പത്രോസെ വെയിറ്റ് ചെയ്യും, കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ, ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വരുന്നുണ്ടല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അവൻ നമ്മളെ ഇട്ടിട്ട് പോയില്ലല്ലോ സ്വർഗത്തിലേക്ക്, അവൻ ഇപ്പോഴും ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ. ആരും പറഞ്ഞില്ല, എല്ലാവരും നിരാശരായിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങളും വരുന്നു. അങ്ങനെ കൂട്ടനിരാശ വലിയൊരു അനുസരണക്കേടിലേക്ക് നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിരാശ നമ്മളെ കീഴടക്കിയാൽ, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഏത് പാപമാണോ പണ്ട് ഉപേക്ഷിച്ചത് അതിനെ നമ്മൾ ഉടനെ കയറി പിടിക്കും. നിരാശ നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം, നമ്മൾ എന്ത് തഴക്കദോഷത്തിൽ നിന്നാണോ രക്ഷപ്പെട്ടത് ആ തഴക്കദോഷം ഉടനെ നമ്മളെ പിടികൂടും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സന്തോഷത്താൽ നിറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നെഹമിയ 8:10 പറയുന്നത്, ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. കർത്താവിലുള്ള സന്തോഷമാണ് നിങ്ങളുടെ ബലം. കർത്താവിലുള്ള സന്തോഷം എപ്പോ നഷ്ടപ്പെടുന്നോ അപ്പോ നിരാശ നമ്മളെ കീഴ്പ്പെടുത്തുകയും നമ്മുടെ ബലം തീരുകയും നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ പാപ പ്രകൃതിയെ നമ്മൾ തിരിച്ചു പിടിക്കുകയും ചെയ്യും. പാപം നമ്മളെ കീഴ്പ്പെടുത്തും. ഇതാ, എന്തിനെയാണോ പത്രോസ് ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ പുറകെ പോയത് അതിനെ തന്നെ പത്രോസ് കയറി പിടിക്കുകയാണ്. പത്രോസ് പഴയ മനുഷ്യനായി മാറുകയാണ്. കൂടെ ഉണ്ടായിരുന്നവരും പഴയതിനെ തിരിച്ചു പിടിച്ചു, വിട്ടുകളഞ്ഞതിനെ മുറുകെ പിടിച്ചു, ഉപേക്ഷിച്ചതിനെ കയറി അള്ളിപ്പിടിച്ചു. അങ്ങനെ അവർ പഴയ മനുഷ്യരായിട്ട് പോവുകയാണ്. നിരാശയുടെ അടിത്തട്ടിലേക്ക് അവർ വീണു. കർത്താവ് അവരെ കൈവിടുന്നില്ല. അന്ന് പ്രഭാതത്തിൽ നിരാശപ്പെട്ട് പഴയ ജീവിതത്തിലേക്ക് പോയ അവരെ തേടി പ്രത്യാശയുടെ സുവിശേഷവുമായി നാഥൻ കടന്നു വരികയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ചേട്ടന്മാരെ തന്നെ വിളിച്ചത്,
സഹോദരന്മാരെ എന്നല്ല വിളിച്ചത്, എന്റെ സഹപ്രവർത്തകരെ, എന്റെ സുഹൃത്തുക്കളെ എന്നൊന്നും അല്ല വിളിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇനി ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെന്നേ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ യേശു സ്നേഹിതരെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്നല്ല ചോദിക്കുന്നത്, പകരം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? വലിയ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹപിതാവിന്റെ കരുതുന്ന സ്നേഹം. നിരാശപ്പെടേണ്ട കാര്യമില്ല. അപ്പനാണെങ്കിൽ അപ്പൻ പട്ടിണി കിടന്നാലും മക്കൾക്ക് അപ്പം കൊടുക്കും. അതുകൊണ്ടാണ് അപ്പനെ അപ്പൻ എന്ന് വിളിക്കുന്നത്. അപ്പന്റെ വയറൊട്ടിക്കിടന്നാലും കുഞ്ഞുങ്ങളുടെ വയറൊട്ടിക്കിടക്കാൻ ഈ ഭൂമിയിലുള്ള അപ്പന്മാർ പോലും തയ്യാറല്ല. അപ്പം കൊടുക്കുന്നവനാണ് അപ്പൻ. ഇവിടെ യേശു വന്ന് നിന്നിട്ട് പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ, സാരമില്ല, ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പം ഞാൻ കരുതിയിട്ടുണ്ട്, മീൻ ഞാൻ കരുതിയിട്ടുണ്ട്, തണുപ്പ് മാറ്റുന്ന തീ ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പം തരുന്ന അപ്പനായി ഞാൻ നിങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നു. അവർ പെട്ടെന്നെടുത്ത് ചാടി പ്രിയപ്പെട്ടവരെ. അവരുടെ എല്ലാ നിരാശയും വിട്ടുപോയി. അവർക്ക് വലിയ സന്തോഷമായി. അവർ കരയിലേക്ക് വന്നപ്പോ കാണുന്നത് അപ്പം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പനെയാണ്. ആ സമയത്ത് സ്നേഹിത എന്നല്ല വിളിക്കുന്നത്, മകനേ. അതേ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ദൈവം. നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവം കടന്നു വരികയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ സമയത്ത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ച സമയത്ത് താൻ പോയി തന്റെ പണി നോക്കടോ, വെളുപ്പാങ്കാലത്ത് ആരായി വന്നു ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ അവരുടെ വഞ്ചി വേറൊരു ദിക്കിലേക്ക് വിട്ടിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ കരുതുന്ന സ്നേഹം അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. ദൈവത്തെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ദൈവ വഴികൾ അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. പെന്തക്കോസ്തിന്റെ ശക്തി അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരാകാനുള്ള സ്വർഗത്തിന്റെ പദ്ധതി അവർ തകർത്ത് കളയുമായിരുന്നു. പകരം യേശു വചനത്തിലൂടെ വിളിച്ചപ്പോൾ യേശു ആരാണെന്ന് പോലും വ്യക്തമായിട്ട് കാണുന്നില്ല. യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ നിപ്പുണ്ടെന്ന് വളരെ ഫെയ്ഡായിട്ടാ കാണുന്നത്. പക്ഷെ വചനം അവർ തിരിച്ചറിഞ്ഞു. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന വചനത്തിലൂടെ നിരാശയെ വിട്ട് അവർ പ്രത്യാശയിലേക്ക് കടന്നു വന്ന് ശക്തന്മാരായി തീരുകയാണ്. നമുക്ക് ചിലപ്പോ ക്രിസ്തുവിനെ ദർശനത്തിൽ കാണാൻ പറ്റുന്നില്ലായിരിക്കാം, യേശുവിനെ നമ്മൾ കാണുന്നില്ല, പക്ഷേ അവന്റെ വചനം മാത്രം മുഴങ്ങി കേൾക്കുകയാണ്. ഈ ഓരോ വചന പ്രഘോഷണ വേളയിലും കർത്താവ് ഒരു കഴുതയിലൂടെ സംസാരിക്കുകയാണ്. കർത്താവ് തന്റെ ഒരു ഉപകരണത്തിലൂടെ സംസാരിക്കുകയാണ്, മക്കളെ എഴുന്നേൽക്കുക. അതുകൊണ്ടാണ് കർത്താവ് ജെറമിയായിൽ പറയുന്നത്, തളർന്ന കൈമുട്ടുകളെ ശക്തിപ്പെടുത്തുവിൻ. യേശയ്യായും പറയുന്നുണ്ട്, തളർന്നിരിക്കുന്നവരെല്ലാം ബലം പ്രാപിക്കുവിൻ. തളർന്ന കാൽമുട്ടുകളെയും കൈമുട്ടുകളെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഉണർന്ന് എഴുന്നേൽക്കുവിൻ. മരുഭൂമി ഉദ്യാനമായി മാറും. മരുഭൂമിയിൽ 2 പൂവിടരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മരുഭൂമിയുടെ അകത്ത് 10 ചെടിച്ചട്ടി വയ്ക്കുമെന്നല്ല പറഞ്ഞത്. മരുഭൂമിയിൽ 500 ചെടിച്ചട്ടി കൊണ്ട് നല്ല ഭംഗിയോടെ വയ്ക്കുമെന്നല്ല പറഞ്ഞത്. മരുഭൂമി ഞാൻ ഉദ്യാനമാക്കി മാറ്റും, ഗാർഡനാക്കി മാറ്റും. അവിടെ ധാരാളം പൂക്കൾ വിരിയുന്ന, സൗരഭ്യം പരത്തുന്ന, വലിയ സൗന്ദര്യമുള്ള ഒന്നാക്കി അതിനെ മാറ്റും. പ്രിയപ്പെട്ടവരെ, 2000 വർഷത്തെ ചരിത്രത്തിൽ അനേക നിരാശർ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. ആത്മീയമായി നമ്മൾ നിരാശരായിരിക്കാം, സാമ്പത്തികമായി, കുടുംബപരമായി, ജോലി സ്ഥലത്ത്, വിദ്യാഭ്യാസപരമായി, ഏത് വിധത്തിലായിക്കോട്ടെ. ചിലപ്പോൾ ശുശ്രൂഷ രംഗത്ത് ഒരു വളർച്ചയില്ലാതെ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കാം. Look at Jesus. Look at the face of Jesus. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. യേശുവിന്റെ നോട്ടവും നിങ്ങളുടെ നോട്ടവും തമ്മിൽ കൂട്ടിമുട്ടട്ടെ. 4 കണ്ണുകൾ കൂട്ടിമുട്ടട്ടെ പ്രിയപ്പെട്ടവരെ. 4 കണ്ണുകൾ കൂട്ടിമുട്ടട്ടെ. ഈ കണ്ണുകളിലൂടെ കർത്താവിന്റെ കൃപ നമുക്ക് സ്വീകരിക്കാം. അവന്റെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാം. അവൻ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം നമുക്ക് ഓടി പൂർത്തിയാക്കാം. യേശുവിന്റെ കുരിശ് താങ്ങാൻ ശിമിയോനായിരുന്നെങ്കിൽ നമ്മുടെ കുരിശ് താങ്ങാൻ ശിമിയോനല്ല, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ സഹായകൻ എന്ന് വിളിച്ചിരിക്കുന്നു. ശിമിയോനല്ല നമ്മളെ സഹായിക്കുന്നത്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധ കന്യകാമറിയത്തെ സഭ ക്രിസ്ത്യാനികളുടെ സഹായിയായ മറിയം എന്ന് വിളിച്ചുകൊണ്ട് മറ്റൊരു സഹായി കൂടെ തരികയാണ്. 2 വലിയ സഹായം. 1 ദൈവം, 2 യേശുവിന്റെ അമ്മയായ മറിയം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, പ്രത്യാശ ഞങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. ഞങ്ങൾ പലപ്പോഴും തകർച്ച വരുമ്പോൾ മരത്തിലോട്ടാണ് നോക്കുന്നത്. ആദവും ഹവ്വയും മരത്തിലോട്ട് നോക്കി, യൂദാസും മരത്തിലോട്ട് നോക്കി, പത്രോസ് യേശുവിനെ നോക്കി. യേശുവിനെ നോക്കിയ പത്രോസ് രക്ഷപ്പെട്ടു.
വള്ളവും വലയും എടുത്തുകൊണ്ടുപോയ ശിഷ്യന്മാർ നിരാശ വന്നപ്പോൾ ആ മരം കൊണ്ടുണ്ടാക്കിയ വഞ്ചിയിലോട്ട് നോക്കുന്നതിന് പകരം ഒന്നും കിട്ടിയില്ലല്ലോ എന്നോർത്ത് മരത്തിൽ നോക്കുന്നതിന് പകരം കരയ്ക്ക് നിന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് യേശുവിന്റെ ശബ്ദത്തിലേക്കും മുഖത്തിലേക്കും നോക്കി അവർ രക്ഷ പ്രാപിച്ചു. ആരെല്ലാം അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയോ അവർ രക്ഷ പ്രാപിക്കും, പ്രകാശിതരാകും. യേശുവേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ സമർത്ഥമായി ചൊരിയണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.